ചേട്ടാ, നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വീട്, സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷെ ആ വീട് തന്നെ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ ദോഷമായി ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. വാസ്തു ശരിയല്ലെങ്കിൽ നമുക്ക് ദോഷമായിട്ട് വരാം. അതിലെന്തെങ്കിലും ഒരു വസ്തുതയുണ്ടോ? ഈ വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് കൂടുതൽ വാസ്തു നോക്കാറുള്ളത്. പലരും വീട് വയ്ക്കുമ്പം വാസ്തുവിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വീട് വെക്കാറുണ്ട്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വാസ്തു നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടൊരു വീട് വെപ്പ് എന്നുള്ളത് ഇന്നത്തെ കാലത്ത് നടക്കത്തില്ല. കാരണം വാസ്തുവിലെ നിയമങ്ങളിൽ പലതും നമ്മളെടുത്താലും കുറേയേറെ വസ്തുവുള്ള സമയത്ത് അങ്ങനെയുള്ള ആളുകൾ വീട് വെക്കേണ്ടി വരുമ്പോൾ പാലിക്കപ്പെടേണ്ടുന്ന നിയമങ്ങളാണ്. അപ്പം നമുക്ക് പൂർണ്ണമായി ഈ നിയമങ്ങൾ പാലിച്ചുകൊണ്ടൊരു വീട് വെപ്പ് നടക്കത്തില്ല. അത്യാവശ്യം നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വീട് വെക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കിപ്പം ഈ ചെറിയ വസ്തുവിൽ വീട് വെക്കേണ്ടി വരുമ്പോൾ നമുക്ക് പല കാര്യങ്ങളിലും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ അത് കാണിച്ചുകൊണ്ട് ഇതിന് വാസ്തുദോഷമാണ്, ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല. ഇപ്പം വടക്ക് കിഴക്ക് കിണർ വേണമെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട്. അല്ലെങ്കിൽ മീനരാശി അല്ലെങ്കിൽ മേടരാശിയിലോ കുംഭരാശിയിലോ വേണമെങ്കിലാവാം. പക്ഷെ ഒരു ചെറിയ വസ്തു ഉള്ള ഒരാൾക്ക് ആ ഭാഗത്ത് കിണർ കുഴിക്കാൻ കഴിയില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ചില തൊട്ടടുത്തുള്ള വീടുകൾ ചേർന്നുള്ള അവിടെ കിണർ കുഴിക്കാൻ പര്യാപ്തമല്ല, ഇനി അവിടെ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഇല്ല എന്ന് കരുതുക. ഇപ്പോൾ ചെറിയ വസ്തുവേ ഉള്ളൂ, അവിടെ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാൻ കഴിയുക? അടുത്ത ഓപ്ഷൻ നോക്കണം. മറ്റ് വെള്ളം എവിടെയാണോ അവൈലബിൾ ഉള്ളത് അവിടെ വീട് വെക്കുക. എന്നിട്ട് വേണമെങ്കിൽ വാട്ടർ ടാങ്ക് നമുക്ക് കൊണ്ടുവന്ന് മുകളിൽ വെക്കാൻ വേണ്ടി, ഈ വടക്ക് കിഴക്ക് മൂലയ്ക്ക് വെക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ വാസ്തു നോക്കണമെന്നല്ല. അപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, ഈ വീട് വെച്ചത് പിന്നീട് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുമോ എന്നുള്ളത്. അപ്പം നമുക്ക് ഈ വാസ്തു നിയമങ്ങൾ പാലിക്കുന്നതിനോടൊപ്പം നമ്മളൊരു വീട് വെക്കുമ്പോൾ പ്രിലിമിനറിയായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ലോൺ എടുത്തിട്ടൊക്കെയാണ് വെക്കുന്നത് എങ്കിൽ നമ്മളിപ്പോൾ എല്ലാവർക്കും റെഡി ക്യാഷ് കൊണ്ട് ചെയ്യാൻ കഴിയില്ല. ഇതിൻ്റെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി നോക്കണം. അതാണ് മെയിൻലി ഉള്ളൊരു കാര്യം. ബാക്കിയെല്ലാം സെക്കൻഡറി ആണ്. ഇപ്പം നമ്മളുടെ വരുമാനം ഒരു 50,000 രൂപയാണെങ്കിൽ നമ്മൾക്ക് അതിൽ 30,000 രൂപ ചിലവാണെങ്കിൽ 20,000 രൂപ നമ്മുടെ കയ്യിൽ നീക്കിയിട്ടുള്ളപ്പോൾ നമ്മളൊരു 40,000 അടയ്ക്കേണ്ട ഒരു വീട് വെച്ചാൽ ഈ വീട് പണി തീർന്നു കഴിയുമ്പോൾ നമ്മളെ വലിയ സാമ്പത്തിക ബാധ്യതയിലാക്കും. നമുക്ക് ഈ റീപേയ്മെൻറ്റ് കപ്പാസിറ്റിയുടെ കാര്യത്തിൽ പ്രശ്നങ്ങൾ വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ചിലവുകൾ ചുരുക്കേണ്ടി വരും. അത് കുടുംബജീവിതത്തെ ബാധിക്കും, മക്കളുടെ കാര്യങ്ങളെ ബാധിക്കും. അപ്പം മെയിൻലി ബാക്കിയെല്ലാം സെക്കൻഡറി ആണ്. മെയിൻ തിങ് എന്ന് പറയുന്നത് നമ്മുടെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി നോക്കുക, നമ്മളുടെ ആവശ്യകതകൾ നോക്കുക, മറ്റുള്ളവരെ മത്സരിക്കാൻ വേണ്ടി വീട് വെക്കാൻ ശ്രമിക്കരുത്. പണ്ടൊരാൾ ഒരു പ്ലാനും കൊണ്ട് എൻ്റെ അടുത്ത് വന്നു. അദ്ദേഹം ചെറിയൊരു ജോലി ചെയ്യുന്ന ആളാണ്. പക്ഷേ 3500 സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ ചുറ്റളവ്. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ ഇത്ര വലിയൊരു വീട് അങ്ങേക്ക് ആവശ്യമുണ്ട്? കാരണം അദ്ദേഹവും ഭാര്യ മകനും മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞില്ല, ഭാര്യയുടെ അനിയത്തി ഒരു വീട് വെച്ചു, ഇതേപോലുള്ള വീടാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ട് ഇത് ഓട്ട മത്സരമൊന്നുമല്ല, അവർ വെച്ചത് കൊണ്ട് നിങ്ങൾ വെക്കുക. അപ്പോൾ എന്തായാലും ഇതേ വീട് വെച്ചു. ഈ കോവിഡൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് തിരിച്ചടവ് നിവൃത്തിയില്ലാതെ വീട് ജപ്തി ഭീഷണിയിലായപ്പോൾ വീണ്ടും എന്നെ കാണാൻ വന്നു. ഇത് വിൽക്കുന്നില്ല. അപ്പം മനസ്സിലാക്കേണ്ടത് 3500 സ്ക്വയർ ഫീറ്റ് വാങ്ങാൻ പ്രാപ്തിയുള്ള ഒരാൾ സ്വന്തമായിട്ടൊരു വസ്തു മേടിച്ച് വീട് വെക്കുകയുള്ളൂ. ഇത് നമുക്ക് പിന്നീട് സെയിൽ ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ മെയിൻലി നോക്കുക. വാസ്തുവിലെ നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അത്യാവശ്യം നിയമങ്ങൾ നോക്കി, പറ്റാവുന്നിടത്തോളം നിയമങ്ങൾ വിശ്വാസിയാണെങ്കിൽ നോക്കുക. വൺസ് നമ്മൾ ഒരാളെ വാസ്തു നോക്കി കൺഫേം ചെയ്താൽ പിന്നീട് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്നിട്ട് ഈ വീട് പണി നടക്കുന്നതിനിടയ്ക്ക് വഴിയെ പോകുന്നവരെല്ലാം വാസ്തുക്കളാവും. എന്നിട്ട് അവരെല്ലാം വന്നിട്ട് പറയും, ഇവിടെ പ്രശ്നമാണ്, അവിടെ പ്രശ്നമാണ്. അപ്പം നമ്മൾ ഇത് ഇടിച്ചു പൊളിക്കാൻ പോയാൽ എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന പണത്തിൽ ഈ വീട് തീരില്ല. നോർമലി ഈ വീട്ടില് ചുമ്മാ ഗസ്റ്റ് ആയിട്ട് വരുന്നവർ പോലും ഈ ഒരു 4 സ്റ്റെപ്പ് പറ്റത്തില്ല, 3 സ്റ്റെപ്പേ പറ്റത്തുള്ളൂ. അതിലൊരു കൺഫ്യൂഷൻ എപ്പോഴും നടക്കുന്നത്. 4 സ്റ്റെപ്പ് എന്നുള്ളത് മാത്രമല്ല പല കാര്യങ്ങളിൽ പറയും. ഇപ്പോൾ ഉദാഹരണമായിട്ട് 4 സ്റ്റെപ്പിൻ്റെ കാര്യം, ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു 4 സ്റ്റെപ്പിനുള്ള ഹൈറ്റ് ഉണ്ട്, പക്ഷെ ഒരു സ്റ്റെപ്പ് ഇല്ല. നമ്മൾ ജമ്പ് ചെയ്ത് കയറേണ്ട പോലെ കയറണം. അപ്പം ഞാൻ ആ വീട്ടിലെ ഉടമസ്ഥനോട് ചോദിച്ചു, ഇത് എന്താണ് ഇങ്ങനെ ചോദിച്ചപ്പം പറഞ്ഞു, പിന്നെ 3 സ്റ്റെപ്പ് വെച്ചാൽ ലാഭം വരും, അപ്പൊ 4 സ്റ്റെപ്പ് വെച്ചാൽ ഇത് വരില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ജോലിക്ക് പോകാതിരുന്നിട്ട് 3 സ്റ്റെപ്പ് വെച്ചാൽ ലാഭം വരത്തില്ല. അപ്പൊ നമ്മള് വീടിന്റെ സ്റ്റെപ്പ് 3 വെച്ചിട്ട് ജോലിക്ക് പോകാതിരുന്നാൽ നടക്കില്ല. ഇതെന്താ വെച്ചാല്, ഇത് ശരിക്കും വാസ്തുഗ്രന്ഥങ്ങളിലൊന്നും ഈ 3 സ്റ്റെപ്പ് വെച്ചെങ്കിൽ ഐശ്വര്യം കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ അത്യാവശ്യം എല്ലാ ഗ്രന്ഥങ്ങളും വായിക്കുകയും പഠിക്കുകയും ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ വാസ്തുഗ്രന്ഥങ്ങളിലൊന്നും ഞാൻ ഇതേവരെ പഠിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥത്തിൽ 3 സ്റ്റെപ്പ് വെച്ചാൽ ഐശ്വര്യം വരും എന്ന് പറഞ്ഞിട്ടില്ല. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വിശ്വാസമുണ്ട്, വലത് കാല് വെച്ച് കയറണം എന്നൊരു വിശ്വാസം പൊതുവില് പണ്ട് മുതലേ പുലർത്തി വരുന്ന ഒരു വിശ്വാസമാണ്. ആദ്യം വലത് കാൽ, രണ്ടാമത് ഇടത് കാൽ, മൂന്നാമത് വലത് കാല് വെച്ച് കയറണമെങ്കിൽ അത് 3 സ്റ്റെപ്പാണ് വേണ്ടി വരുന്നത്. അല്ലാതെ 3 സ്റ്റെപ്പ് വെച്ചാൽ ഒരു ഐശ്വര്യം വരുന്നില്ല. നമ്മൾ ജോലിക്ക് പോയെങ്കിലേ പൈസ ഉണ്ടാവും, അങ്ങനെ നല്ലപോലെ ജീവിച്ചെങ്കിലേ ഐശ്വര്യം ഉണ്ടാവും. അതൊരു അതേ പറയാം, ഇതൊരു വാസ്തുവിൽ ഇങ്ങനെ ഈ നാട്ടിൽ പറഞ്ഞുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, വാസ്തുവുമായി ബന്ധമില്ലാത്ത കാര്യമാണ്. ഒരിക്കലും ഒരു പയ്യൻ എനിക്കൊരു മെസ്സേജ് അയച്ചു എൻ്റെ ഫോണിൽ. ഇപ്പോഴും എൻ്റെ ഒരു ഫോണിൽ മെസ്സേജ് കിടപ്പുണ്ട്. ദുബൈയിൽ നിന്നാണ്. ഇയാൾ വീട് വെച്ചിട്ട് ഗൃഹപ്രവേശത്തിന് മുഹൂർത്തം എടുത്തു. എല്ലാം സെറ്റായപ്പം ഈ മോള് പറഞ്ഞ പോലെ വഴിയെ പോയ ഒരാൾ വന്നിട്ട് പറഞ്ഞു,
വാസ്തു അറിയാന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു യൂറോപ്യൻ ക്ലോസറ്റിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കാൻ പാടില്ല. ഓ അപ്പോൾ ഈ അമ്മയെടുത്ത് പറഞ്ഞു മകൻ മരിച്ചു പോകും. സാറിന് ഈ അമ്മമാർക്ക് ഈ മക്കൾക്ക് എന്തെങ്കിലും വരുമെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് പേടിക്കും. തീർച്ചയായിട്ടും എന്നിട്ട് പറഞ്ഞു ഇത് മുഴുവൻ മാറ്റണം എന്ന് പറഞ്ഞു. 3 ലക്ഷത്തോളം രൂപ. അപ്പോൾ ഈ പയ്യൻ മെസ്സേജ് അയച്ചത് ഗൾഫിലാണ്, വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതാണ്, ചെറിയ ജോലികൾ ചെയ്യുന്നതാണ്, വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നമാണ്. അപ്പോൾ ഒരു വീട് വെക്കാൻ വേണ്ടി ലോൺ എടുത്തു, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീട് പണി പൂർത്തിയാക്കിയത്. ഗൃഹപ്രവേശത്തിന് മുഹൂർത്തം എടുത്തു. അപ്പോഴാണ് ഈ വാസ്തു എന്നും പറഞ്ഞ ഒരാൾ വന്നിട്ട് ആദ്യം ഓൾറെഡി വാസ്തു നോക്കിയാണ്. പിന്നെ ഈ അമ്മയ്ക്ക് ഇത് കാണിക്കേണ്ട കാര്യം ആക്ച്വലി ഇല്ല. പക്ഷെ വഴിയെ പോയ ഒരാൾ അങ്ങോട്ട് ഇടിച്ച് കയറിയിട്ട് ഇതിങ്ങനെയാണ് മോൻ മരിച്ചു പോവും, യൂറോപ്യൻ ക്ലോസറ്റ് പടിഞ്ഞാറോട്ട് ഇരുന്നാലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ ഇവര് 3 ലക്ഷം രൂപ പിന്നെ എടുക്കാനില്ല. ഇവൻ പിന്നെ കടം വാങ്ങേണ്ടി വരും. കടം വാങ്ങി ഇതിന് തിരിച്ചടവ് വലിയ പാടാണ്. ഇതെങ്ങനെ അടയ്ക്കും? ഇത് അടയ്ക്കണ്ടേ, ഇത് ജീവിക്കണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞു അമ്മയുടെ നമ്പർ ഇടാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ ഈ പണ്ട് കിഴക്കെവിടാ പടിഞ്ഞാറെവിടാ തെക്കെവിടാ വടക്കെവിടാ എന്നറിയില്ല. കാരണം അയ്യത്തും പറമ്പിലും ആറ്റുവക്കത്തും ഒക്കെ വെക്കും. മോൾക്ക് ഒരു പക്ഷേ അത് ഓർമ്മ കാണത്തില്ല, എനിക്കും അത് ഓർമ്മയില്ല. പക്ഷെ നമ്മളുടെയൊക്കെ ഒരു പൂർവ്വീകരുടെ സമയത്ത് അയ്യത്തും പറമ്പിലും ആറ്റുവക്കത്തും ഒക്കെയാണ് പൊക്കോണ്ടിരുന്നത്. അന്ന് കിഴക്കെവിടാ പടിഞ്ഞാറെവിടാ തെക്കെവിടാ വടക്കെവിടാ നോക്കത്തില്ല, അറിയില്ല. ആരും കാണാതിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് ഇത് മറപ്പുരകളായി. പിന്നീട് വസ്തു കുറഞ്ഞപ്പോ വെസ്റ്റേൺ കൾച്ചർ എടുത്തുകൊണ്ട് ഈ ബാത്റൂം വീടിനുള്ളിലാക്കിയതാണ്. വാസ്തുവിൽ എവിടെയാണ് യൂറോപ്യൻ ക്ലോസറ്റ്? ഇത് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മളോടൊരാൾ ഞാൻ പറയുന്നതെല്ലാം അതേപടി അങ്ങ് വിശ്വസിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നതിൽ കാര്യങ്ങൾ യുക്തിസഹമാണെങ്കിൽ അത് മാത്രം വിശ്വസിച്ചാൽ മതി. വാസ്തുവിൽ യൂറോപ്യൻ ക്ലോസറ്റ് ഇല്ല. ഇപ്പൊ യൂറോപ്യൻ ക്ലോസറ്റിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് യൂറോപ്യൻ ക്ലോസറ്റ് പൊളിച്ചു കളയാൻ പറയുമ്പോൾ നമുക്കൊരു ചോദ്യം ചോദിക്കാം, ഒരു വിശ്വാസിക്ക് ഒരു ചോദ്യം ചോദിക്കാം, വാസ്തുവിൽ എവിടെയാണ് യൂറോപ്യൻ ക്ലോസറ്റ്? ഒരു ഗ്രന്ഥത്തിൽ യൂറോപ്യൻ ക്ലോസറ്റിന്റെ സ്ഥാനം കാണിച്ചു തരാൻ പറഞ്ഞാൽ അവിടെ ഈ ചൂഷണം തീരും. ഇല്ലെങ്കിൽ ഇത് അപകടമാണ്. കഷ്ടപ്പെട്ടാണ് വീട് വെക്കുന്നത്. ഓരോ ആളുകളും കഷ്ടപ്പെട്ടിട്ടാണ് വീട് വെക്കുന്നത്. വഴിയെ പോകുന്നവർക്ക് വന്ന് എന്ത് അഭിപ്രായവും പറയാം. മേഘ ചോദിച്ച ചോദ്യം വളരെ കറക്റ്റാണ്. കാരണം ഈ വഴിയെ പോകുന്നവരെല്ലാം വന്നിട്ട് ഇനി വീട് പണി കഴിഞ്ഞു, ഗൃഹപ്രവേശം നടത്താൻ നമ്മൾ പ്ലാൻ ഇടുന്നു. ഈ വരുന്നതിൽ ഒരു 50% ആളുകളെങ്കിലും ഇതിന്റെ ഒരു കുറ്റം പറയാതെ പോത്തിയില്ല. അയ്യോ ഇത് ഇവിടെ ഇങ്ങനെ വന്നത് ആ വേറൊരു വീട്ടിൽ വന്നപ്പോ അവിടുത്തെ ഒരാൾ മരിച്ചു എന്നൊക്കെ വെറുതെ പറഞ്ഞോളേ. ഇത് ഈ അമ്മമാര് കേൾക്കുമ്പോ ഇവർക്ക് വല്ലാണ്ട് ഫീലിംഗ് ഉണ്ടാവും. പിന്നെ ഇടിച്ചു പൊളിക്കാൻ നടക്കും. അപ്പൊ ഇത് ഒരു അപകടമാണ്. ഒരാളെ കാണിച്ചാൽ അയാൾ പറയുന്ന നിയമം അതവിടെ നിർത്തണം. പിന്നെ പണി ചെയ്യുക, താമസിക്കുക, സമാധാനമായിട്ട് ജീവിക്കുക. അതുപോലെ തന്നെ ഈ കിണറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പൊ യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്നത് വെള്ളം എവിടെ ഉണ്ട് എന്ന് കണ്ടെത്തുന്ന വീഡിയോസ് ഒക്കെ, ശരിക്കും അത് സത്യമാണോ? എനിക്കറിയില്ല, ഞാൻ അതേപറ്റി പഠിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ പെൻഡുലം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അതേപറ്റി ആക്ച്വലി ഞാൻ അതേപറ്റി പഠിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ അങ്ങനെ യൂട്യൂബിൽ കണ്ടുള്ള അറിവ് മാത്രമേ എനിക്ക് ആ കാര്യത്തിലുള്ളൂ.